കൂടുതൽ റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്തെ 41ാമത് പോലീസ് മേധാവിയായി DGP റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. മയക്കുമരുന്നും സൈബർ കുറ്റകൃത്യങ്ങളും തടയുന്നതിനാണ് മുൻഗണനയെന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിനിടെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിയുമായി രംഗത്തെത്തിയത് നാടകീയ രംഗങ്ങൾക്ക് വഴിയൊരുക്കി. പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിച്ച് 24 മണിക്കൂറിനുള്ളിൽ DGP റവാഡ ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്ന് പറന്നെത്തി ചുമതലയേറ്റു. 3 ദിവസത്തെ സാവകാശം ചോദിച്ചിരുന്നെങ്കിലും കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിവാദം പുകയാൻ തുടങ്ങിയതോടെ ഉടൻ ചുമതലയേൽക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ പുലർച്ചെ 2 മണിക്ക് ഭാര്യ സരിത അരുണകുമാരിക്കൊപ്പം സ്ഥലത്തെത്തി. രാവിലെ 7 മണിയോടെ പോലീസ് ആസ്ഥാനത്തേക്ക്. പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ADGP H വെങ്കിടേഷിൽ നിന്ന് ബാറ്റൺ സ്വീകരിച്ച ശേഷം ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തു. പിന്നാലെ പോലീസ് ആസ്ഥാനത്തെ വീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. പോലീസ് മേധാവി എന്ന നിലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ചെറിയ വിവരണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിന്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് ഇത് നമ്മൾ എടുക്കും. അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടെ ശക്തമായിട്ട് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ക്രമസമാധാന പാലനത്തിൽ കൂടെ കേരള പോലീസ് വളരെ മുന്നോട്ടുണ്ട്. നമ്മുടെ ഈ ആന്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമ്മൾ ക്രമസമാധാനത്തിന് ശക്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇതിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ചോദ്യവുമായി ഒരാൾ പോലീസ് മേധാവിയുടെ മുമ്പിലേക്ക്. എന്റെ അറിവോ സമ്മതവും ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ പേര് വെച്ചിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയില്ലേ, ആ മുത്തങ്ങ സംഭവത്തിൽ അതിലൊരു ബഷീർ എന്ന കഥാപാത്രമുണ്ട്. ആ സമയത്ത് കണ്ണൂർ DIG ഓഫീസിൽ ഉള്ള ബഷീർ എന്ന പോലീസുകാരനാണ് ഞാൻ. എൻ്റെ പേര് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സിനിമക്കാർ തരുന്ന കാശിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിലെ ചില പരാതികൾക്ക് പുറമെ ഒരു സിനിമയിൽ അനുവാദമില്ലാതെ തന്റെ പേരുപയോഗിച്ചെന്ന വിമർശനവും ബഷീർ ഉയർത്തി. ബഷീർ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നുണ്ടെന്ന് കുടുംബം പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ബഷീറിന്റെ പരാതിയിൽ സമഗ്രമായ അന്വേഷണം നടത്താനാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. പിന്നാലെ പോലീസ് തലവനായ ശേഷമുള്ള ആദ്യ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ കണ്ണൂരിലേക്ക്. എന്നാൽ നിയമന വിവാദങ്ങളിൽ സർക്കാരിനൊപ്പം തന്നെയാണ് CPIM. DGP സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് ഏറ്റവും അനുയോജ്യനായ ആളെ തന്നെയാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. DGP നിയമനത്തിൽ സംസ്ഥാനത്തിന് പരിമിതമായ അധികാരമാണുള്ളത്, സമ്പൂർണമായ അധികാരമില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരാളെയാണ് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. വിവാദത്തിനില്ലെന്ന് ആവർത്തിക്കുകയാണ് CPIM. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.